വൈകുന്നേരങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് രാവിലെ തൊട്ടുള്ള ടെൻഷനും അതുപോലെ ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയല്ല. ഇനിയിപ്പോൾ ഒഴിവ് ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ പണിയും അപ്പോൾ ഒരു 100 കൂട്ടം പണി ഉണ്ടാവും. അത് ഒരുവിധം വീടുകളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ നമ്മുടെ അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ജോലിക്കൊക്കെ പോകണവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹോളിഡേ കിട്ടുമ്പോൾ നമുക്കൊരു കുറച്ച് അതായത് രാവിലത്തെ പണിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒന്ന് റിലാക്സേഷൻ ഒരു നല്ലൊരു ഫീൽ കിട്ടാനുള്ളത് തോന്നില്ല. നമ്മൾ മോളിൽ പോകാറുണ്ട്, പാർക്കിൽ പോകാറുണ്ട്, മൂവി കാണാൻ പോകാറുണ്ട്, അങ്ങനെ പലതും പോകും. പക്ഷേ കടലിൽ കാഴ്ച കാണാൻ പോകുമ്പോൾ കടൽ കാണാൻ പോകാൻ പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല സുഖമുള്ളൊരിതാണ്. അത്രയും സമയത്തൊരു റിലാക്സേഷനെ ശരിക്കും പറഞ്ഞാൽ. അതായത് ആ സൺസെറ്റ് കണ്ടിട്ട് നമ്മൾ ആ കടൽ കാഴ്ചയും കണ്ട് ആ തിരമാലയൊക്കെ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമയം അങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ അത് ആരെ ഇഷ്ടപ്പെടാത്തുണ്ടാവുക അല്ലേ? ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഒരുവിധം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. കാരണം കടൽ എത്ര കണ്ടാലും ഒരുവിധം ആൾക്കാർ ആർക്കായാലും അത് മതിയാവില്ല, നമുക്കൊന്നും മതിയാവില്ല കടലിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു മുകളിൽ കയറി അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്നാലും കടൽ കാറ്റായിട്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ എന്തൊരു സുഖമല്ലേ. അങ്ങനെ ഇന്നത്തേത് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ഈവനിങ് വ്ളോഗാണ് ഇട്ടിട്ടുള്ളത്. അതായത് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കടലുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ വൈകുന്നേരത്തെ ഡിന്നർ സ്പെഷ്യലും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് കുറച്ച് മുഴുവൻ ചിക്കൻ കൊണ്ടുള്ള ഡിഷാണ് ഇന്നത്തേതിലുള്ളത്. ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡിന്നറിനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഇതിലുള്ളത്. അപ്പോൾ ഒന്ന് എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു 500 ഗ്രാമത്തിൽ കുറച്ചും കൂടി കൂടുതലുണ്ടാവുമായിരിക്കും ചിക്കൻ. ആ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സോസ് ഒഴിപ്പിച്ചിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഇത് ഇപ്പോൾ ആദ്യത്തെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനതിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സോസുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ആദ്യം കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ ഉപ്പ്, പിന്നെ അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസ് എല്ലാം കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഈ പച്ചമുളകില്ലേ, നമ്മുടെ പച്ചമുളക് പഴുത്ത് കഴിഞ്ഞിട്ടുള്ള മുളക് ഉണ്ടാവില്ലേ, അത് ആ മുളക്, അതായത് പച്ചമുളക് പഴുത്തിട്ട് നമുക്ക് കിട്ടൂലേ, അങ്ങനെ റെഡ് കളറിൽ കിട്ടൂല്ലോ, നമ്മൾ ഈ സമ്മന്തിക്കൊക്കെ അരയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ അപ്പോൾ അത് ഞാൻ 2-3 ഇട്ടു. എനിക്കത് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കളർ കുറച്ച് വ്യത്യാസമില്ല, അതിന് ടേസ്റ്റും കുറച്ച് കൂടും. അപ്പോൾ കുറച്ച് ഒരു 3-4 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഈ പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ ചിക്കനിൽ ഞാനൊന്ന് മസാല പുരട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാല പുരട്ടിയിട്ട്. അത് ഞാൻ സാധാ നമ്മൾ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പുരട്ടി വെച്ച് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഒന്ന് ഒരു സ്പെഷ്യൽ മസാല ചിക്കൻ ഫ്രൈയും ഒരു സോസ് ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടു. അത് എങ്ങനെ എന്താണെന്നുള്ളത് മസ്റ്റ് ട്രൈ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സീസം സീഡ്, അതായത് നമ്മുടെ എള്ളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫോളോ മീ ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.